ഹായ് ഫ്രണ്ട്സ്, ബ്രില്യൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇതാണ് കുടപ്പന. ഈ ഒരു കുടപ്പന നമ്മൾ ഈ 7-അപ്പിൻ്റെ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. ഗൈസ്, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 7-അപ്പിൻ്റെ ബോട്ടിലാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലത്തെ സ്റ്റിക്കർ ഒന്ന് പറിച്ച് കളയാം. ഗൈസ്, നമ്മൾ കുടപ്പന പട്ടയുടെ ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒരു പീസ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ കുപ്പിയുടെ മുകളിൽ വെച്ചിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ഒരു CD മാർക്കർ കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്യുമ്പോൾ പേപ്പർ അങ്ങോട്ടോട്ട് നീങ്ങാതെ നമ്മൾ ശ്രദ്ധിച്ച് പിടിച്ചിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇതേപോലെ നമുക്ക് ഈ കുപ്പിയിൽ ഇനിയും നിറയെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അങ്ങനെ ഞാൻ ഒരുപാട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സൈഡിലായിട്ട്, അതേപോലെ ഇപ്പുറത്തെ സൈഡിലും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ കത്രികയാണ് യൂസ് ചെയ്യുന്നത്. ഗൈസ്, ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതിൻ്റെ ഇടയിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ഓരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ 2 കുപ്പികളിൽ നിന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ച് വെച്ച ആ ഒരു ആകൃതി കറക്റ്റാക്കി നമുക്കൊന്ന് വെട്ടിയെടുക്കാം. കത്രിക ഉപയോഗിച്ച് നല്ല ഉഷാറായിട്ട് ഒന്ന് വെട്ടിയെടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാതും വെട്ടിയെടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ തണ്ടിൽ നമ്മളൊരു കട്ടിങ്ങും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ആദ്യം 2 കുഞ്ഞു പട്ടകൾ എടുത്തിട്ട് നൂല് ഉപയോഗിച്ച് കെട്ടി, പിന്നെ സൈഡിൽ വേറെ വലിയ പട്ട വെച്ചു, വീണ്ടും കെട്ടി. അതേപോലെ വീണ്ടും വലിയ പട്ട എടുത്തിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് നൂല് ഉപയോഗിച്ച് ഇങ്ങനെ ഓരോന്നായിട്ട് പട്ടകൾ വെച്ച് ചുറ്റിയെടുക്കാം. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കിങ്ങനെ ഗ്യാപ്പ് ഇട്ട് വെച്ച്, മിഷ്യൻ നൂലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. നമ്മൾ തണ്ടിലൊരു കട്ടിങ് കൊടുത്തത് നമുക്കിതിങ്ങനെ ചുറ്റിയെടുക്കുന്ന സമയത്ത് നല്ല സെറ്റായി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിങ്ങനെ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാം. അങ്ങനെ നമ്മളെല്ലാതും ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ ഗൈസ്, നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണ്ടിൽ നമ്മൾ ഈ പൂവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തണ്ടിൽ ചുറ്റുന്നൊരു പച്ച കളറ് ടേപ്പാണിത്. ഈ ടേപ്പ് നമ്മൾ ആ ചുറ്റിയെടുത്ത നൂല് കാണാതിരിക്കാനായിട്ട് നമുക്കിത് വെച്ച് ചുറ്റി കൊടുക്കാം. അതേപോലെ ഓരോ പട്ടയും അകത്തി പിടിച്ച ശേഷം നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം, ടാപ്പ് ചുറ്റി കൊടുക്കാം. ഇനി നമ്മൾ പട്ട മേലെ കയറി നിൽക്കുന്ന പട്ടകളൊക്കെ ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ കൈ കൊണ്ടൊന്ന് ശരിപ്പെടുത്തി കൊടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ് നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്കൊരല്പം മണ്ണിട്ട് കൊടുക്കാം.
അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മളൊരു തെർമോക്കോളറിൻ്റെ പീസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്കൊരു പെൻസിൽ ഉപയോഗിച്ച് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ കുടപ്പന അതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം, ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി മെല്ലെ ഒന്ന് പൊക്കിയെടുക്കാം. അതിനുശേഷം SH ആണ് ഞാൻ എടുത്തിരിക്കുന്ന ഫെവിക്കോളിൻ്റെ. ആ പശ നമുക്ക് നന്നായിട്ട് ഈ ഒരു തെർമോക്കോളിൽ തേച്ച് പിടിപ്പിക്കണം. അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി പതിയെ നമുക്ക് ആ ഗ്ലാസ്സിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി കൊടുക്കാം. ഗൈസ്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പച്ച കളർ ഗിൽറ്റാണ്, മിൽക്ക് പൊടി. ഈ മിൽക്ക് പൊടി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പശ തേച്ച ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ മിൽക്ക് പൊടി ഇങ്ങനെ വെതറി കൊടുക്കാം. അതിനുശേഷം ഒന്ന് തട്ടി, ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് പോലെ തട്ടി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം.